ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കർ ബിരിയാണി രാത്രി ഒരു ബിരിയാണി വെക്കാമെന്ന് കരുതി. രാത്രി ചോറ് കുറവാണ്, അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഞാൻ കരുതി ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ആ കുക്കർ ബിരിയാണി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണ് ചെയ്യണമെന്നും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ. അപ്പം നമുക്ക് ഓരോന്ന് കട്ടായിട്ട് കാണിക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനമൊന്നും കൂടെ ഞാൻ കാണിച്ച് തരാം. ഒരുപാട് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവമൊന്നുമില്ല കേട്ടോ. ഒരുപാട് സംഭവമൊന്നുമില്ല, കുറച്ച് എനിക്കിപ്പോൾ അത്യാവശ്യത്തിന്, ഞാനിപ്പോൾ രാത്രിയാണ് ഇത് വെക്കുന്നത്. അത്യാവശ്യത്തിന് പെട്ടെന്ന് ബിരിയാണി എന്നും പറഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ച് തരാം. എല്ലാവരും വെക്കുന്നത് പോലെയൊന്നുമല്ല, എന്നാലും നമുക്ക് കാണാം ഞാൻ വെക്കുന്ന രീതി. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില കരിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പച്ചമുളക് എടുത്ത് വെച്ചേക്കണം. ഒരു 7 കഷ്ണം ചിക്കൻ, ഒരു 250 ഗ്രാമിൽ കൂടുതൽ വരും. ഒരു 7 കഷ്ണം ചിക്കൻ. പിന്നെ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് തികച്ചില്ല. എന്തായാലും നമ്മുടെ നാഴിയുടെ അളവ് പറയുകയാണെങ്കിൽ നാഴി അരിക്ക് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് വേണ്ട സംഭവങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ചിക്കൻ ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ച് തരാം. കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചുകൊണ്ടല്ലോ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോവും. നമ്മുടെ അടുക്കള സ്ഥലപരിമിതി കുറവായത് കൊണ്ടാണ് ഗ്യാസിൻ്റെ പുറത്തെടുത്ത് ഞാൻ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്ത്, 2 സവാള വേണ്ട, 2 സവാളയും വേണ്ട. 10 പച്ചമുളക് എടുത്തതിൽ 4 പച്ചമുളക് മാറ്റി വെച്ചു. 1.5 സവാളയും 6 പച്ചമുളകും അത് മതി. അപ്പോൾ ഇവിടെ കുക്കറും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി കൊണ്ടാണ്, പോരാത്തതിന് ഫോൺ വെക്കാൻ സ്റ്റാൻഡില്ല. എല്ലാം കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങളെ പാചകം കാണിക്കുന്നത്. അപ്പം നമുക്ക് ബിരിയാണി വെച്ച് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യമായിട്ട് സവാള വാരിയിടുന്നു, പച്ചമുളക് ഇടുന്നു. അപ്പോൾ ഇതിലുണ്ടല്ലോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്തോന്ന് ബിരിയാണിക്കും ഇതിടാൻ വേണ്ടിയിട്ട് ഗ്രാമ്പ്, അങ്ങനത്തെ സംഭവമൊന്നുമില്ലാത്ത ഒരു ബിരിയാണിയാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഇഞ്ചിയും പിന്നെ വെള്ളുള്ളി ഉണ്ടല്ലോ, അതും കുഞ്ഞുകുനാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഫോണൊന്നും നമുക്ക് വെക്കാൻ ഒരിടത്ത് സൗകര്യമില്ല സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ്. തക്കാളി എടുത്തിട്ടിട്ടുണ്ട്. മാക്സിമം ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത് കുറച്ചാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ ഈ ഗ്രാമ്പ് പട്ട സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 4-5 എന്തോന്നു മറന്നില്ല, ഏലക്കയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല. ഇത് എൻ്റെ ഞാൻ സ്വയം കണ്ടുപിടിച്ച ബിരിയാണിയാണ്. നമുക്കതിലോട്ട് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്തത്തിലുള്ള ബിരിയാണിയാണ്. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കട്ടെ. അപ്പോൾ അതെല്ലാം മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ചിക്കൻ പറക്കി വയ്ക്കാം. എന്തായാലും 250 ഒരു 300 ഗ്രാം ചിക്കൻ വരും. 2, 4, 6 പീസ്, 6-7 പീസുണ്ട്. വെട്ടം ക്ലിയർ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ്ടേ
കാണാമോ? ഒരു 7 പീസുണ്ട്. നമുക്കിതിലോട്ട് കഴുകി വെച്ചേക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചേക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കണ്ടുപിടിച്ച ബിരിയാണിയാണേ ഇതൊന്നും നിങ്ങളാരും നമ്മളെ കളിയാക്കരുത്. ഞാൻ കണ്ടുപിടിച്ച ബിരിയാണി നിങ്ങളെയും കൂടെ ഒന്ന് ഞാൻ കാണിച്ച് തരുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും പെരിഞ്ചീരകവും ഒന്നും പിന്നീട് നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രാമ്പ് പട്ട അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലാത്ത ബിരിയാണി. അതിലോട്ട് ഞാൻ ഈ സംഭവം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മണം വരട്ടെ. അപ്പോൾ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതിൽ വെള്ളം ഒഴിക്കണ്ടേ. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. വീഡിയോ കട്ട് ചെയ്യാണ്ട് ഗ്ലാസ് എടുക്കാം. നേരത്തെ ബിരിയാണി അളന്നെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ 3/4 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലോട്ട് 3/4 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ. കാരണം എന്തെന്നറിയാവോ? നമ്മുടെ ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇതൊന്ന് വെന്ത് കിട്ടേണ്ട ഒരു താമസമേ ഉള്ളൂ. അപ്പം നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്ത് ഒരു കൈ കൊണ്ടുള്ള കലാപരിപാടിയാണേ. ഒരു കൈ കൊണ്ടുള്ള കലാപരിപാടിയാണ്. ഇപ്പോൾ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഗ്യാസ് കത്തിക്കാം. കുക്കറിൽ പിസിൽ കേൾക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഒറ്റ പിസിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഒറ്റ പിസിൽ മതി കേട്ടോ, കൂടുതൽ പിസിലൊന്നും വേണ്ട. എൻ്റെ കുക്കറിന് ഒറ്റ പിസിലായപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി അത് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. ബിരിയാണിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. തുറക്കാൻ ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണേ, ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണ് തുറക്കാൻ പാടുപെടുന്നത്. ഹായ് ഹായ് ഹായ്. ബിരിയാണി 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 നോക്കാം. ഞാൻ എൻ്റെ പാചകമാണ്, എൻ്റെ പാചകമാണ്. മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയില്ല. ഏതോ ഏതോ സ്ഥലത്ത് കടന്ന നമ്മുടെ കുക്കർ ബിരിയാണി വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ബിരിയാണിയാണ്. വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ബിരിയാണി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ് കട്ട് ചെയ്യാണ്ട് പിടിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാനാ ഫോൺ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കാൻ വേണം. ആരെങ്കിലും ഫോണ് പിടിക്കാൻ വേണം. ആരെങ്കിലും വലിയ ആഡംബരമൊന്നുമില്ല. അപ്പം മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല. മുളക് പൊടി മല്ലിപ്പൊടി മറ്റ് മസാലകളൊന്നുമില്ല. തക്കാളി പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി ഉപ്പ് മഞ്ഞപ്പൊടി, ഒരിച്ചിരി മല്ലിയില, ഒരു മണത്തിന് ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി എന്തോന്നാണപ്പാ എപ്പോഴതാണ് എനിക്ക് മറന്നു പോണേ. നമ്മുടെ സുഗന്ധദ്രവ്യം എന്താണ്,
ഏലക്കയാണോ? ആണോ? നോക്കണേ. അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി ഞാൻ ഫോണ് കട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ പെസിൽ 3/4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം. കാരണം ചിക്കനും ചോറും അരിയും എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് അടുക്കള സ്പേസ് ഇല്ല. പിന്നെ ഞാൻ വേറെ ഒരിടം കൊണ്ടുപോകാനൊന്നുമില്ല. നമ്മൾ രാത്രി ഇതിപ്പം നമുക്ക് 3 പേർക്ക് കഴിക്കാം. ഇത് കഴിക്കാം. ഇത് കടയിൽ വാങ്ങാൻ പോകണമെങ്കിൽ രണ്ട് ബിരിയാണി അല്ല 3 ബിരിയാണി ഉണ്ട്. 500 രൂപ, കുറഞ്ഞത് 500 രൂപ ഇങ്ങനെ കൊടുക്കണം. ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി. കുക്കർ ബിരിയാണി കണ്ടോ? ഒരൊറ്റ വെള്ളമോ ഒന്നുമില്ല. കണ്ടോ? അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ കുക്കർ ബിരിയാണി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ പാചകമാണ്, ആരെയും കോപ്പി അടിച്ചതോ ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ രീതിക്ക് ഞാൻ പാചകം ചെയ്ത് പെട്ടെന്നൊന്ന് ഫ്രിഡ്ജിൽ ഒരു 4 അരിക്കൊരു ബിരിയാണി അരി ചിക്കൻ മാറ്റിട്ട് ഞാൻ ചേർത്തുന്ന രാത്രി ബിരിയാണി വയ്ക്കാം. അങ്ങനെ മനസ്സിൽ തോന്നിയ ഐഡിയയ്ക്ക് ഫോൺ എടുത്തുകൊണ്ടൊന്ന് വീഡിയോ എടുത്തു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.